ഗുഡ് മോർണിംഗ് സാർ. ഇത് പറയാനേ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അല്ല, രാവിലത്തെ ആ തിരക്കിലേ പറയാൻ പറ്റിയില്ല. നിനക്ക് പണിയൊന്നും ഇല്ലടെ അവിടെ? ആ സാർ, ഞാനവിടെ കഠിനമായ പണി എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് പുറത്ത് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അതിന് സാറേ, അത് സാറിനെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണ്. ഗുണ്ടകളാ? സാറിനതൊരു ഞെട്ടില്ലാത്ത എന്തിന് ഗുണ്ടകളെന്തിന് എനിക്ക് പേടി? സാറേ, അന്ന് സാറ് ഒരു സെക്യൂരിറ്റിക്കാരന് പണി കൊടുത്ത് പോലീസ് കേസിൽ അകത്താക്കിയില്ലേ? അവരതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ വിട്ടതാണെന്ന്. പ്രതികാരമൊക്കെ ചെയ്യേണ്ട കാര്യം തോന്നുന്നു. ഓ, സാറിന് അറിഞ്ഞൂടെ? അങ്ങേര് സാറിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന്. അപ്പൊ സാറ് കേട്ടില്ല, നീ അനുഭവിച്ചോ? പിന്നെ അവര് സാറെ തീർക്കും. സാറിനെ തീർക്കുമെന്ന്. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ. സാർ, ഗുണ്ടകളെ മുഖത്ത് നോക്കി എനിക്ക് കള്ളം പറയാൻ പറ്റൂല. നിനക്ക് എന്റെ മുഖത്ത് കള്ളം പറയാൻ അറിയാല്ലേ? അങ്ങനെയല്ല സാർ, ഞാൻ പോയി പറഞ്ഞ സാറിന്റെ കാർ ഇവിടെ വെളിയിൽ കിടക്കയില്ല. അവന്മാരെങ്ങനെ വിശ്വസിക്കാനാണ്? അവന്മാരെന്നെ വെട്ടിക്കൊല്ലും. ഇപ്പൊ എന്തോ നീ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. പിന്നെ എനിക്കറിയണമല്ലോ ഈ നാട്ടിൽ കോടതി നിയമം കൊണ്ടുവന്നു. ഹലോ സാർ, സാർ എൻ്റെ ഓഫീസിൻ്റെ പുറത്ത് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് 2 ഗുണ്ടകൾ വന്നിട്ടുണ്ട്. എനിക്ക് പ്രൊട്ടക്ഷൻ വേണമായിരുന്നു. മാർച്ചിലല്ല സാർ, ഇപ്പം ഇന്ന്. ഓ, സെക്രട്ടേറിയറ്റ് മാർച്ചിലാണെന്നാ? അല്ല സാർ, എനിക്ക് 2 പോലീസുകാരെ മതി, തോക്കും ഉണ്ടായൊക്കെ ആയിട്ട്. എന്തു പറഞ്ഞു സാറേ? 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിടാം. എന്തിനു സാറിന്റെ ജാപം കൊണ്ടുപോകാൻ?